എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു വെജ് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ഈസിയാണ്, എല്ലാ ആൾക്കാർക്കും ഇത് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഈസി എന്ന് പറഞ്ഞാൽ ഇതിലും ഈസി ആയിട്ടുള്ള ഒരു ഡിഷ് വേറെ ഇല്ല, അത്രയും എളുപ്പമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുൻപായിട്ട് നിങ്ങൾ ഇതുവരെയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്തിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. വെജ് ഫ്രൈഡ് റൈസ് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് അതിലെ ആവശ്യമായിട്ടുള്ള റൈസ് തയ്യാറാക്കി എടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് കുറച്ചധികം വെള്ളം തന്നെ ഞാനിവിടെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു 2 മെഷറിംഗ് കപ്പ് അരിയാണ് ഞാനിന്ന് ഇവിടെ എടുത്തേക്കുന്നത്. ഫ്രൈഡ് റൈസിനായിട്ട് ബർക്കത്തരിയോ അതല്ലെങ്കിൽ ഫ്രൈഡ് റൈസിന് ആവശ്യമായിട്ടുള്ള നീളത്തിലുള്ള അരിയോ ഏതാണ് നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ചെങ്കിൽ അത് ഉപയോഗിക്കാം. അത് കഴുകി വൃത്തിയാക്കി വെച്ച് 20 മിനിറ്റ് നേരം വെള്ളത്തിൽ കുതിർത്ത് വാർത്തെടുത്തിട്ടുള്ള അരിയാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം തിളച്ചു വരുന്ന സമയത്ത് ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. അരി ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ കുതിർത്ത അരിയായ കാരണം ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ്. ഒരു 6-7 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ അരി കറക്റ്റ് പാകത്തിന് വേവ് ആയിട്ടുണ്ടാവും. ഇവിടെ ഒരു 80% വേവായിട്ടാണ് നമ്മളിത് ഊർത്തെടുക്കേണ്ടത്. 80% വേവായി കഴിഞ്ഞാൽ നമുക്കിതൊരു സ്ട്രെയിനർ വെച്ചിട്ട് വാർത്തെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അത് നന്നായി തണുപ്പിക്കുന്നതിനായിട്ട് ഫാനിൻ്റെ ചോട്ടിലോ അങ്ങനെ തണുക്കുന്നതിനായിട്ട് എവിടെയെങ്കിലും എടുത്തു വയ്ക്കാം. അതിനുശേഷം ബാക്കിയുള്ള ഫ്രൈഡ് റൈസിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ നമുക്ക് തുടങ്ങാം. ഫ്രൈഡ് റൈസ് തയ്യാറാക്കാനായിട്ട് ഒരു വലിയ പാൻ തന്നെ ഗ്യാസ് സ്റ്റവിൽ വെക്കുക. അതൊന്ന് ചൂടായി കിട്ടിയാൽ അതിലേക്ക് 3 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിൽ ഒന്ന് ചൂടായി കിട്ടിയാൽ ഒരു 15 അല്ലി വെളുത്തുള്ളി ചെറുതാക്കി നുറുക്കിയത് അതിലേക്ക് ഇട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. അതിനുശേഷം കുറച്ച് ബീൻസ് ചെറുതാക്കി നുറുക്കിയത്, 2 സവാള ചെറുതാക്കി നുറുക്കിയത്, 1 ക്യാരറ്റ് ചെറുതാക്കി നുറുക്കിയത്, 1 ക്യാപ്സിക്കം ചെറുതാക്കി നുറുക്കിയെടുത്തത്, കൂടാതെ ചെറിയൊരു കഷ്ണം ക്യാബേജ് കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തത് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് വട്ടത്തിൽ നുറുക്കിയതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചോറിൽ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചത്, അതുകൊണ്ട് ഓവറായിട്ട് ഉപ്പ് ആവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിന് ശേഷം 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് വെജിറ്റബിൾസ് ഇപ്പോഴും ഫ്രഷായിട്ട് നല്ല കളറോട് കൂടി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ പഞ്ചസാര ചേർത്താൽ ഫ്രഷായിട്ട് ഇരിക്കുന്നത് പോലെ വെജിറ്റബിൾസ് ഇരിക്കും. പിന്നെ വെജിറ്റബിൾസ് ഒന്നും ഓവർ കുക്ക് ആവരുത്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ മിക്സിംഗ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ട്. ഇതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. അതിനുശേഷം സ്പ്രിംഗ് ഒനിയനും അതുപോലെ തന്നെ സെലറിയും ചെറുതാക്കി നുറുക്കിയത് ചേർത്ത് കൊടുക്കുക. ആദ്യം സെലറി ചേർത്ത് കൊടുക്കാം, അതിനുശേഷം സ്പ്രിംഗ് ഒനിയൻ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഒരു 50% വെന്ത് കിട്ടിയാൽ മതി. 50% വെന്ത് കിട്ടിയാൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ചേർത്തിട്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വാറ്റി വെച്ചിട്ടുള്ള റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ തലേ ദിവസം ഇതുപോലെ റൈസ് പ്രിപ്പയർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോഴും നല്ല ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് പണിക്ക് കുറച്ച് ലാഭവുമുണ്ട്. തലേ ദിവസം റൈസ് ഉണ്ടാക്കി വെച്ചാൽ പണിക്ക് ലാഭമാണ്. അപ്പോൾ നമ്മളിവിടെ റൈസ് ചേർത്ത് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഹൈ ഫ്ലെയിമിലാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഫ്രൈഡ് റൈസ് എപ്പോഴും ഹൈ ഫ്ലെയിമിൽ വേണം റൈസ് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് മിക്സാക്കി എടുക്കുക. പിന്നെ ഈ ഫ്രൈഡ് റൈസ് തയ്യാറാക്കി എടുക്കുമ്പോൾ കുറച്ച് വലിയ പാത്രം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക.
സോയാ സോസിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമല്ല എങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ നന്നായിട്ട് മിക്സാക്കിയ ശേഷം ഫ്രൈഡ് റൈസ് യൂസ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് സോയാ സോസ് ഇഷ്ടമാണെങ്കിൽ ഇതിന് മുകളിൽ 2 ടേബിൾ സ്പൂണോളം സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. സോയാ സോസ് ഒഴിച്ചാൽ നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ കളറൊന്ന് ചെറുതായിട്ട് മാറിയിട്ട് ഒരു ബ്രൗൺ കളറായിട്ട് മാറും. പക്ഷേ നമ്മൾ ഫ്രൈഡ് റൈസ് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ എല്ലാത്തിലും സോയാ സോസ് ചേർത്തതാവും ഉണ്ടാവുക. പിന്നെ നിങ്ങൾക്ക് വൈറ്റ് കളറുള്ള ഫ്രൈഡ് റൈസ് വേണമെങ്കിൽ അപ്പോൾ സോയാ സോസ് ചേർക്കുന്നതിനും തൊട്ട് മുൻപ് തീ ഓഫ് ചെയ്തിട്ട് റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ സോയാ സോസ് ചേർത്തിട്ടുള്ള ഫ്രൈഡ് റൈസാണ് ഇന്ന് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ല ടേസ്റ്റായിട്ടുള്ള ഫ്രൈഡ് റൈസ് ഇതവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. പിന്നെ ഇത് വളരെ എളുപ്പത്തിലുള്ള ഒരു ഡിഷാണ്. ഇതിന് പ്രത്യേകമായിട്ട് പറയേണ്ട ആവശ്യമില്ല. നമുക്കൊരു ഉപ്മാവ് തയ്യാറാക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് ഫ്രൈഡ് റൈസ് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഇന്നത്തെ എൻ്റെ വെജ് ഫ്രൈഡ് റൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫോട്ടോകളൊക്കെ എനിക്ക് അയച്ചു തരിക. കൂടാതെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും ഒരു പുതിയ വീഡിയോവുമായിട്ട് വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.